ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നതും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളതുമായ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ കുറച്ച് വലിയൊരു പാക്കറ്റ് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളത് ടിന്നിലിട്ട് വയ്ക്കും. അപ്പോൾ ടിന്നിലിട്ട് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ടിന്നിൽ അത് തികയാതെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കറ്റിൽ തന്നെ അത് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വലിയ പാക്കറ്റ് ഇല്ല. ഞാനിത് ഇവിടെ ഒരു ഗോതമ്പ് പൊടിയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഒരു സ്ക്വയർ ഷേപ്പിൽ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡ് ഇങ്ങനെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. ഒരു 2-3 തവണ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റിൽ ഗോതമ്പ് പൊടി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. പിന്നെ നമ്മൾ ഇതേപോലെ ടൈറ്റാക്കി കെട്ടി വെച്ചിരിക്കുന്നത് എങ്ങനെ അയച്ചെടുക്കാം എന്നത് നോക്കാം. നമുക്ക് ഇതിനകത്തുള്ള ഒരു സൈഡിൽ പിടിച്ചിങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചതിന് ശേഷം ഇങ്ങനെ അനക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ടൊരു സിമ്പിൾ ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ബൂസ്റ്റോ അല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഡ്രിങ്കിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പൊട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കി ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ അത് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് കട്ടയായിട്ടുണ്ടാകും. അങ്ങനെ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ളവരുണ്ടാവും. എനിക്കൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് അതിന് ബാക്കി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലോണം ടൈറ്റാക്കി കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന ടിന്നില്ലേ, അതിലേക്ക് ഞാൻ ഇത് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും മാസങ്ങളോളം നമുക്ക് ഇതൊന്ന് കട്ട പിടിക്കാതിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലർക്കെങ്കിലും ഇതുപോലെ പറ്റിയിട്ടുണ്ടാകും. ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവുക. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാസങ്ങളോളം കട്ടയാവാതെയൊക്കെ ഇരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ പച്ചമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കേടാവാതിരിക്കുന്നതിനായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ്. ഒരുപാട് ടിപ്പുകളുണ്ട്, അതിനകത്ത് നിന്നുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ ഞാനിവിടെ ഈ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എൻ്റെ കയ്യിലേക്ക് പറ്റിയതിന് ശേഷം ഈ പച്ചമുളകുകളൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ടിന്നിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒരുപാട് കാലം കേടാവാതിരിക്കും. ഇതും നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഒരു കുഞ്ഞു ടിപ്പാണിത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ടുണ്ടാവും. അത് നമ്മൾ കളയാണ് പതിവ്. അപ്പോൾ നമുക്കിനി അത് കളയൊന്നും വേണ്ട. നമ്മളിനി പുതുതായിട്ട് സോപ്പ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ പീസ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോപ്പ് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കവറൊക്കെ നല്ല ടൈറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് അഴിക്കാൻ ഭയങ്കര ഒരു പാടായിരിക്കും. അപ്പോൾ നമ്മളത് കത്രിക വെച്ച് മുറിച്ചൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അരി വാങ്ങിച്ചുകൊണ്ട് വന്നൊരു കവറാണ്. അത് നന്നായിട്ട് ടൈറ്റായിട്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഒരു സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ചെറുതായി അനക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കവർ അഴിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാതെ എങ്ങനെ ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു അരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ മുട്ട ഇങ്ങനെ കൂർമ്പനുള്ള ഭാഗം
അരിയിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് നമ്മുടെ മുട്ട ചീത്തയാവുകയൊന്നുമില്ല. പണ്ടൊക്കെ ഇതുപോലെയാണ് ഫ്രിഡ്ജൊന്നും ഇല്ലാതെ ആളുകൾ മുട്ടയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ ഉമ്മച്ചിയൊക്കെ ഇപ്പോഴും ഇതുപോലെ മുട്ടയൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. മുട്ടയൊന്നും പെട്ടെന്നൊന്നും കേടാവുകയില്ല. കുറേ കാലത്തേക്ക് മുട്ട ഇതുപോലെ തന്നെ ഇരുന്നോളും. ഈ ഒരു ടിപ്പും വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീൻ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. നമ്മൾ ചില സമയത്തൊക്കെ തുണിയൊക്കെ തയ്ക്കുന്ന സമയത്ത് സൂചിയിൽ നിന്ന് പെട്ടെന്ന് നൂലൊക്കെ വിട്ടു പോവുക, അല്ലെങ്കിൽ തുണിയിലേക്ക് ഇങ്ങനെ കയറി പിടിച്ചിട്ട് തുണി കീറി പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമ്മൾ മെഷീൻ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് സർവീസ് സെൻറ്ററിൽ ആളെ വിളിച്ച് മെഷീനൊക്കെ നന്നാക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന ഒരു ഗുളികയുടെ കവർ എടുക്കുക. ആ ഗുളികയുടെ കവർ നമ്മൾ ഈ മെഷീനത്തിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സൂചിയൊക്കെ ഒന്ന് നല്ലൊരു ഷാർപ്പൻ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു യൂസ്ഫുൾ ആണിത്. തയ്യൽ മെഷീൻ ഉള്ളവരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പാണ്. നമ്മുടെ നൂലൊക്കെ പെട്ടെന്ന് പൊട്ടി പോവുകയൊന്നുമില്ല. കളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ഗുളികയുടെ കവർ കൊണ്ട് നമുക്ക് ഈ സൂചിയൊക്കെ നല്ല പോലെ ഷാർപ്പനായി കിട്ടും. നമ്മൾ കുറച്ച് കട്ടിയുള്ള തുണിയൊക്കെ തയ്ക്കുന്നതിന് മുമ്പൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഗുളികയുടെ കവർ ഒരു 2-3 തവണ ഇങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കട്ടിയുള്ള തുണിയൊക്കെ അടിക്കുമ്പോൾ സൂചി പെട്ടെന്ന് പൊട്ടി പോവുകയൊന്നുമില്ല, നൂലും പെട്ടെന്ന് പൊട്ടി പോവുകയൊന്നുമില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.